ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കണ്ടല്ലോ രാവിലത്തത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കിനും ഉച്ചക്കത്തത്. 2 ചോറും വെജിറ്റബിൾ സാലഡും പിന്നെ മഷ്റൂം മസാലയും മഷ്റൂം കറി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പറയണു ഇവിടുത്തെ ഫുഡ് എനിക്ക് ശരിയാവണില്ല എന്ന്. പിന്നെ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. എന്തായാലും ഞാൻ ഇത് പിന്നെയും കുറച്ചൊക്കെ കഴിച്ചു, പിന്നെ അവിടെ ബാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ജുമാ മസ്ജിദ്, ഇവിടെ ജമാ മസ്ജിദ് എന്നറിയാം, അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു. ആ മഴ പെയ്തതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കണ്ടല്ലോ, മഴ പെയ്താൽ ഒരു രക്ഷയില്ല. റോഡിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല, അത്രയും ചളിയും അങ്ങനെയൊക്കെ. യൂബർ വിളിച്ചിരുന്നു. യൂബർ പിന്നെ വിളിപ്പുറത്താണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കാറിൽ അങ്ങനെ പോകാൻ ജമാ മസ്ജിദിക്ക്. അപ്പോൾ ഞാനിതിലെപ്പോഴും പറയാറുണ്ട് നല്ല ബ്ലോക്കായിരിക്കും എന്ന്. ഇത് ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബാഗാണ് കേട്ടോ. ഭംഗിയില്ലേ കാണാൻ, കുഞ്ഞു ബാഗാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന പോലെയൊന്നുമല്ല, ചെറിയ ബാഗാണ്. പിന്നെ റോഡിൽ മഴ തോർന്നിട്ട് പിന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ. എന്തൊരു വെയിലാണ്. അതുപോലെ കണ്ടല്ലോ, ബ്ലോക്ക് കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിലത്തെ റോഡാണത്. എന്ത് ബ്ലോക്കല്ലേ. എത്ര ഇവിടെ റോഡിന് വീതിയുണ്ട്, അല്ലെങ്കിൽ പല വഴികളുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ കാറൊന്ന് ചലിക്കണമെങ്കിൽ 1 മണിക്കൂറാടും. ഇതൊക്കെ റോഡ് സൈഡിലുള്ള കാഴ്ചകളാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനില്ലേ. റോഡിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ലടോ, അത്ര ഭംഗിയാണ്. അത്ര നീറ്റ്നെസ്സാണ് കേട്ടോ ഈ ഇങ്ങനെ പോണ റോഡുകളൊക്കെ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയാൽ കണ്ടോ, ഇന്ത്യ ഗേറ്റിൻ്റെ അതിനെ കടന്നു പോണത്. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയാൽ അവിടുത്തെ വൃത്തികെട്ട സ്മെല്ലും വൃത്തികെട്ട അഴുക്കുചാലും ഓടകളും ഈച്ചയും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്ന ഫുഡുകളും ഒക്കെ കൂടെ കാണുമ്പോണ്ടല്ലോ നമ്മളുടെ കേരളം സ്തുതിക്കാം നമുക്ക്. കണ്ടില്ലേ, ഇവിടെ കണ്ടോ, അപ്പം നമ്മൾ ജമാ മസ്ജിദിൻ്റെ അവിടെ എത്തി. കണ്ടില്ലേ, വൃത്തി എന്ന് പറയണില്ലാത്തൊരു ഭാഗം. അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ അത്. വഴിയോര കച്ചവടക്കാരെ കാണില്ലേ, ഇഷ്ടംപോലെ സാധനങ്ങളാണ്. അങ്ങനെ വില പേശി ആൾക്കാരെങ്ങനെ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരും എന്ന്. എനിക്കതാ തോന്നുന്നത്, ഹിന്ദിയിലായതുകൊണ്ട് എനിക്കതാ തോന്നുന്നത്. ഇവർ അങ്ങോട്ട് വിളിക്കുകയാണിത് വാങ്ങി എന്ന് പറയാൻ തോന്നുന്നു. എന്തൊരു തിരക്കാണ്. അത്ര തന്നെ ചൂടും വെയിലും. പിന്നെ ഈ വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് തന്നെ ഇഷ്ടംപോലെ ഫുഡുകൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം, യാചനകളുടെ ഒരു വിഭാഗം, യാചിച്ചുകൊണ്ട് തട്ടിപ്പറിക്കണ ഒരു വിഭാഗം. പിന്നെ എൻ്റെ ബുഷ് പറയുന്നുണ്ട് ഫോൺ പോകും സൂക്ഷിക്കട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൂട്ടുകാരൊക്കെ പാടെ വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇത്രയും ഫോൺ പോകുമെന്ന്. പക്ഷേ ആ പറഞ്ഞ ആളുടെ ഫോൺ തന്നെ പോയതെന്ന്. കണ്ടില്ലേ, ചിക്കൻ ടിക്ക കബാബ് ഒക്കെ ഉണ്ടാക്കണം, പക്ഷേ വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഫുള്ള് ഈച്ചകളാണ്. ഈച്ചകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് വാങ്ങി കഴിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്തായാലും ജമാ മസ്ജിദിൻ്റെ പടി കയറുകയാണ്. ഈ പടിയിലും കൂടെ പിന്നെ വിൽപ്പനക്കാരാണ്, വഴിയോര വിൽപ്പനക്കാർ ഇഷ്ടംപോലെയാണ്. എന്താ ജനങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഏത് സ്ഥലവും ഒരു ലോകമാണ്. ആ ലോകത്തില്ലാത്ത ആളുകളും ഉണ്ടാവില്ല, അവിടെ ഇല്ലാത്ത ഫുഡും ഉണ്ടാവില്ല, അവിടെ ഇല്ലാത്ത കച്ചവടക്കാരും ഉണ്ടാവില്ല, അവിടെ ഇല്ലാത്ത ഭാഷകളും ഉണ്ടാവില്ല. എന്തായാലും ഇവിടുത്തെ ഇനിയിപ്പോൾ ജമാ മസ്ജിദ് ആയിക്കോട്ടെ, ഞാൻ പോയ ഇന്ത്യ ഗേറ്റ്, അതുപോലെ രാഷ്ട്രപതി കാണാൻ മാത്രം ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ കേട്ടോ. എന്തൊരു തിരക്കാണെന്നറിയാം. എവിടുന്നൊക്കെ കൂടിയാണ് ഈ ജനങ്ങൾ വരുന്നത്. പക്ഷേ എവിടെയും നമ്മൾ മലയാളികൾ ഉണ്ടാവും കേട്ടോ. ചെരുപ്പ് ഊരിയിട്ട് വേണം അകത്തേക്ക് കയറണമെങ്കിൽ. അപ്പോൾ ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാൻ ഉള്ള ഒരാളുണ്ട്. ആളുടെ 10 രൂപ കൊടുത്തിട്ട് നമ്മൾ ചെരുപ്പ് അവിടെ ഊരി വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് പോണത്. ചെരുപ്പ് കൈ പിടിച്ച് പോണവരുണ്ട്. ആ 10 രൂപ കൊടുക്കേണ്ട മടി കൊണ്ടാണോ ഇനി 10 രൂപ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. കണ്ടല്ലോ, വിശാലമായ പള്ളികളാണ്. കണ്ടില്ലേ ചുറ്റും, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. എന്തൊരു ഭംഗിയടോ. ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 2-3 മലയാളികളെ കണ്ടോ. ഉളു എടുക്കുന്ന സ്ഥലമാണ് അത്. ഭയങ്കര ഭംഗി. എല്ലായിടത്തും നിന്നിട്ടും ആളുകൾ പലതരത്തിൽ പല പോസിലും ഒക്കെ പല ആംഗ്യത്തിലൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നിസ്കരിക്കണ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിസ്കരിക്കണ വീഡിയോ എടുത്തപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു എടുക്കാൻ പാടില്ല എന്ന്. അപ്പം പിന്നെ ഞാൻ വേഗം അവിടുന്ന് ഓടിപ്പോകും ഇങ്ങോട്ട് തന്നെ. ഇതിൻ്റെ ഇതാണ് അവിടെ നിസ്കരിക്കണ ഭാഗം. കണ്ടല്ലോ,
നിസ്കരിക്കുന്ന ആളുകൾ കേട്ടോ. പക്ഷേ നല്ല ഭംഗി കേട്ടോ, അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ എന്ത് ഭംഗിയാടോ. പിന്നെ ഇപ്പം വൈകുന്നേരം ആയിട്ടില്ല ഇവിടെ. എന്തെന്നറിയോ, സമയം പോണതേ അറിയില്ല. ഡൽഹിയിൽ എത്ര പെട്ടെന്ന് സമയമാവണത്, നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവും, ഇത്ര വേഗം ഇത്ര സമയമായോന്ന്. പിന്നെ വൈകുന്നേരമാണ് തിരക്ക് കൂടുതലും. പക്ഷേ എല്ലായിടത്തും ഉണ്ട് തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത ഭാഗം ഞാനിവിടെ ഒരു ഭാഗത്തും കണ്ടില്ല കേട്ടോ. അത്രയ്ക്ക് കള്ളന്മാരും ഉണ്ട് ഇവിടെ. ഫോൺ അടിച്ചു മാറ്റുക, ചെരുപ്പ് അടിച്ചു മാറ്റുക, നമ്മളുടെ ബാഗ് അടിച്ചു മാറ്റുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ചെരുപ്പ് വാങ്ങുകയാണ്. 10 രൂപ ഒരാളുടെ ചെരുപ്പിന്. അങ്ങനെ 20 രൂപയും കൊടുത്തിട്ട് കണ്ടില്ലേ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു വട്ടം കൂടി ഞാൻ ജമാ മസ്ജിദ് എടുത്തു, കാരണം ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്കറിയും. ജനങ്ങൾ കണ്ടോ വരുന്നത്, ഈ സ്റ്റെപ്പുമ്മ കൂടെ ഒക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ വരുന്നതും പോണതും ഒക്കെ നോക്കിയിട്ട് വായി നോക്കി ഇരിക്കണം പോലെ ഉണ്ട് കാണുമ്പോഴൊക്കെ. എന്തായാലും ശരി, ഇതുണ്ടോ ഈ വൃത്തിയില്ലാത്ത റോഡ് കണ്ടില്ലേ നിങ്ങൾ, അതിൽ തന്നെ ഫുഡും അത് അവിടെ തന്നെ നിന്ന് വാങ്ങി കഴിക്കണവരും. അവിടുത്തെ സ്മെല്ലിന് എനിക്ക് പറ്റണില്ല. അവിടെ നിന്ന് ഞാൻ ഓടുകയാണ്, വേഗം ഓടുകയാണ് വീഡിയോ എടുത്തിട്ട്. ഇവിടെ പിന്നെ ഉന്തുവണ്ടിയിലൊക്കെ കണ്ടില്ലേ തേങ്ങയുടെ കഷ്ണങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇത് നമ്മൾ റെഡ് ഫോർട്ടിക്കാണ് പോയത്, ഇതൊക്കെ പൂട്ടി കിടക്കുകയാണ്.